ജന്തർമന്ദറിൽ നടന്ന CJP പ്രക്ഷോഭത്തെ പിന്തുണച്ചതിന്റെ പേരിൽ മോഹൻലാലിന്റെ മകൾ വിസ്മയക്കെതിരെ കടുത്ത സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ചോദ്യം ചോദിക്കുന്ന പൗരന്മാരെ ഇങ്ങനെയല്ല ജനാധിപത്യം നേരിടേണ്ടത് എന്നായിരുന്നു വിസ്മയ പ്രതികരിച്ചത്. CJP സമരത്തെ പിന്തുണച്ച ആദ്യ മലയാള സെലിബ്രിറ്റികളിൽ ഒരാൾ കൂടിയാണ് വിസ്മയ. അതിനു പിന്നാലെ വിസ്മയെ പരിഹസിച്ച് മേജർ രവി രംഗത്തെത്തിയതെല്ലാം വലിയ വാർത്തയൊക്കെയായിരുന്നു. ഇപ്പോഴിതാ വിസ്മയയുടെ ആദ്യ സിനിമ തുടക്കം ബഹിഷ്കരിക്കാനാണ് സംഘപരിവാർ അനുകൂലികളുടെ ആഹ്വാനം. രാജ്യദ്രോഹിയായ വിസ്മയയുടെ സിനിമ കാണില്ലെന്നും തുടക്കം ഒടുക്കമാകുമെന്നുമൊക്കെയാണ് കമന്റുകൾ. അഖില CP വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അഖില CP, വിസ്മയയുടെ ആദ്യത്തെ സിനിമയാണ് തുടക്കം. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വിസ്മയ മലയാള സിനിമയിലേക്കൊക്കെ വരുന്നത്. അവിടെയാണ് വിസ്മയ ഒരു നിലപാട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ സൈബർ ആക്രമണം നേരിടുന്നത്. നേരത്തെ നമുക്കറിയാം, പൃഥ്വിരാജൊക്കെ സമാനമായിട്ടുള്ള സൈബർ ആക്രമണം നേരിട്ടതാണ്. എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് മോഹൻലാൽ പോലും ഇത്തരത്തിൽ ഈ സംഘപരിവാറിൻ്റെ വിദ്വേഷത്തിന് ഇരയായതാണ്. ഇപ്പോൾ അടുത്തത് വിസ്മയയിലേക്കാണ് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ വിസ്മയ പങ്കുവെച്ച ഈ ഒരു പോസ്റ്ററിന് താഴെ വരുന്ന വിദ്വേഷ കമന്റുകൾ എങ്ങനെയാണ്? സ്വാതി, വളരെ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മോഹൻലാലിൻ്റെ ലെജൻഡായിട്ടുള്ള, മലയാള സിനിമയുടെ ലെജൻഡായിട്ടുള്ള മോഹൻലാലിൻ്റെ മകൾ ആദ്യമായൊരു സിനിമയിൽ നായികയാകുന്നു. തുടക്കം എല്ലാവരും മലയാളികൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത സിനിമ കൂടിയാണ് അത്. അപ്പോൾ ആ സിനിമയാണ് ബോയ്ക്കോട്ട് ചെയ്യണമെന്നുള്ളൊരു ആഹ്വാനവുമായി സംഘപരിവാർ അനുകൂലികൾ വരുന്നത് എന്നുള്ളതാണ്. വിസ്മയ ഇന്നലെ ഈ പോസ്റ്റുമായി, തുടക്കം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിന് താഴെയാണ് ഇത്തരത്തിൽ അതിരൂക്ഷമായ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്ന കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തുടക്കം തന്നെ, സിനിമയുടെ പേര് തുടക്കം എന്നാണ്, ആ സിനിമ തന്നെ തുടക്കം തന്നെ ഒടുക്കമാകുമെന്ന രീതിയിൽ വലിയ രീതിയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് വരുന്നത്. വിസ്മയ മോഹൻലാലിന് മാത്രമല്ല, മോഹൻലാലിന് നേരെയും ഉണ്ട് വിദ്വേഷ കമന്റുകൾ. ഇപ്പോൾ മോഹൻലാൽ ഇന്ന് കാർഗിൽ ദിവസവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിന് താഴെയും നിങ്ങൾ മകളെ ശരിയാക്കണം, മകളെ പഠിപ്പിക്കണം, മകളെ നേരെയാക്കണം എന്ന രീതിയിലുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വിസ്മയയ്ക്ക് നേരെ മാത്രമല്ല, മോഹൻലാലും ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവച്ചാൽ മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെയും ഇത്തരത്തിലുള്ള വിദ്വേഷ കമന്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ വിസ്മയ എന്ന് പറയുന്നത് വിദേശത്ത് പോയി പഠിച്ചൊരു കുട്ടിയാണ്. വിദേശത്ത് പോയി പഠിച്ച് ആ സുഖങ്ങളെല്ലാം അനുഭവിച്ച് രാജ്യത്ത്, ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ പ്രതികരിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അതായത് എന്തുണ്ടായാലും മിണ്ടാതിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം, CJP എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നു. അതിൽ പോലീസ് വലിയ രീതിയിൽ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്നു. അതിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്ന ഒരു സെലിബ്രിറ്റി കൂടിയാണ് വിസ്മയ മോഹൻലാൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏറ്റവും ആദ്യം നിലപാടെടുത്തത് കുട്ടികളെ കേൾക്കണം, ജനാധിപത്യ രാജ്യത്തെ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ സഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതുണ്ടാകാൻ പാടില്ല എന്നുള്ള ഏറ്റവും ആദ്യം പ്രതികരിച്ച ഒരു വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് വിസ്മയ മോഹൻലാൽ. ആ വിസ്മയ മോഹൻലാലിനെതിരെയാണ് കടുത്ത സൈബർ ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സിനിമ റിലീസാവാനിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള പോസ്റ്റ് പങ്കുവെച്ചാലും അതിനിടയിൽ വിദ്വേഷ കമന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യമായിട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. കാരണം ഭൂരിഭാഗം കമന്റുകൾ എടുത്ത് പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള വിദ്വേഷ കമന്റുകളാണ്. അതേസമയം വിസ്മയെ പിന്തുണച്ചും പലരും രംഗത്തെത്തുന്നുണ്ട്. അതായത് സംഘപരിവാർകാർ അനുകൂലിച്ച സിനിമകളെല്ലാം 100 കോടി ക്ലബിൽ എത്തിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പടം സൂപ്പർ ഹിറ്റാവും, പടം വിജയിക്കും എന്നുള്ളൊരു കമന്റുകളും അതിന് താഴെ എത്തുന്നുണ്ട്. എന്തായാലും ഇത്തരം ആശങ്കകൾ, അതായത് ഒരു പ്രതിഷേധത്തിന്, ഒരു പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഇപ്പൊ നമുക്കറിയാം, വിസ്മയ എന്ന് പറയുന്നത് മറ്റു അധികം വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാത്തൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ അവർ ഈ കുറച്ചു കാലമായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പോലും വളരെ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ഐക്യപ്പെട്ടുകൊണ്ട് ഒരു നിലപാട് പറഞ്ഞതിനാണ് വിസ്മയ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടുന്നത്. നമുക്കറിയാം, മേജർ രവിയും ഇത്തരത്തിൽ വിസ്മയക്ക് രാഷ്ട്രീയം അറിയില്ല എന്നുള്ള വളരെ രൂപേണയുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിസ്മയക്ക് നേരെ മാത്രമല്ല മോഹൻലാലിന് നേരെയും സൈബർ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സ്വാതി ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതുതന്നെയാണ് അഖില, വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇവരുടെ ഈ ഒരു സൈബർ ആക്രമണം എന്നുള്ളത്. ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അവർ ചെയ്യുന്ന തൊഴിൽ മേഖലയെ കൂടി അതിലേക്ക് വലിച്ചിഴച്ചിട്ട് അതിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടാക്കുക എന്നുള്ളത് ആണ്. മോഹൻലാലിനെതിരെയും ഇത്തരം ആക്രമണമുണ്ട്. പക്ഷേ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ല. അവരുടെ സിനിമ വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ എല്ലാവരും ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.